തുടക്കം മാത്രമാണ്, ഇനിയും കുറേ ഉണ്ട്, കാണാനുണ്ട്. ഗ്രാമങ്ങളാണ്, വീടുകളുണ്ട് കുറേ. അതിൻ്റെ അടി ഹലോ ഗൈസ്, നമ്മൾ ഊട്ടി എത്തുന്നതിന് മുമ്പുള്ള ഒരു കുന്നൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. നമ്മൾ പെട്ടെന്നായതുകൊണ്ട് വീഡിയോ മറക്കാതെ ഫുള്ളായിട്ടൊന്ന് കാണുക ഗൈസ്. നല്ല നല്ല സ്പോട്ടുകളൊക്കെ നമ്മൾ കാണിച്ചു തരാം. പെട്ടെന്ന് തുടങ്ങിയൊരു യാത്രയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു കോയമ്പത്തൂർ അവിടെയൊക്കെ എത്തിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കോയമ്പത്തൂർ ഏകദേശം ഒരു 5 കിലോമീറ്ററൊക്കെ ഉള്ളൂ ബോർഡർ ചെക്ക് പോസ്റ്റിന്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ യാത്ര. അപ്പോൾ ഏകദേശം നമ്മൾ കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞു ഗൈസ്. അവിടെ കുറച്ച് ഫംഗ്ഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ വരുമ്പോഴാണ് തിരിച്ച് ബ്ലോക്കിൽ പെട്ടത്. നമ്മൾ ഓൺ വോയിസ് ഇട്ടിട്ട് ചെയ്യാൻ കാരണം ഭയങ്കര എന്താ പറയുക നോയ്സ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. മൈക്കൊന്ന് യൂസ് ചെയ്താണ് വീഡിയോ എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഊട്ടിയിലേക്കുള്ള യാത്ര തുടങ്ങി ഗൈസ്. എന്താ മേട്ടുപ്പാളയം എത്താറായി ഗൈസ്. അപ്പോൾ ഞാൻ ഈ ഒരു ബോർഡ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. വേണ്ട, നമ്മൾ കുന്നൂരിലേക്ക് ഇനി ഏകദേശം 32 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഊട്ടിക്ക് 49ആണ്. ശരി, ഏകദേശം ഊട്ടിയുടെ അടുത്തൊക്കെയാണ്. അപ്പോൾ ശരി, ഒരു ഇളനീര് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. വേറെ ഒന്നും ഇല്ലൊക്കെ. ഒരു ഇളനീരൊക്കെ കുടിച്ചിട്ട് നമ്മൾ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. ഫുഡ് കഴിക്കാനൊന്നും പൈസ ഇല്ലാത്ത അവസ്ഥയാണ് ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഇളനീര് കഴിച്ചു, പിന്നെ വീണ്ടും യാത്ര തുടങ്ങി. നമ്മൾ ഏകദേശം എത്താറായിട്ടാണ്. നമ്മൾ ഇപ്പോൾ ഊട്ടി മെയിൻ റോഡ് എത്തിക്കഴിഞ്ഞു ഗൈസ്. മേട്ടുപ്പാളയം കഴിഞ്ഞു. ഓക്കെ, ഇനി കുറേ ഹെയർ പിൻ ബെൻഡുകളും അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മളെത്തി. കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടു കേട്ടോ. വേറെ ഒന്നും കാണാൻ പറ്റിയില്ല. ഗൈസ്, എൻ്റെ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി കേട്ടോ. ഊട്ടി മേട്ടുപ്പാളയം റോഡ് ഫസ്റ്റ് വ്യൂ പോയിന്റ്. കാണാൻ കുറേ ഉണ്ട് ഗൈസ്. തുടക്കം മാത്രമാണ്, ഇനിയും കുറേ ഉണ്ട് കാണാനുണ്ട്. നമ്മളങ്ങനെ ആദ്യത്തെ വ്യൂ പോയിൻറ്റും കണ്ടു കഴിഞ്ഞു കേട്ടോ. വ്യൂ പോയിൻ്റ് കണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മളവിടെ നിന്ന് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടൊരു കാട്ടുപോത്തിനെയും കണ്ടു കേട്ടോ. ആകെ നമ്മൾ കണ്ടത് ഇതും 2-3 കുരങ്ങന്മാരെ മാത്രമായിരുന്നു. ശരി, അപ്പോൾ അങ്ങനെ ഇതും ഒന്ന് കാണാൻ ഇടയുണ്ടായി. നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോൾ നമ്മൾ നല്ല വെയിലത്തായിരുന്നു യാത്ര തുടങ്ങിയത്. നമ്മൾ ഉള്ളിൽ കയറെ ഭയങ്കര തണുപ്പൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി ഗൈസ്. നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഊട്ടി നമ്മൾ കുന്നൂർ എന്താ പറയുക, അവിടെ നിന്നൊരു നമ്മളൊരു കുഗ്രാമമുണ്ട് ഗൈസ്. കുഗ്രാമം, അങ്ങനെ ഒരു സ്ഥലത്തൂടെ ഏതാണ്ട് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും മല കയറിയിട്ട് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇറങ്ങി ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. എന്നാലും നമ്മൾ ഇറങ്ങിയിട്ടുള്ള ആ അവസാനത്തെ ഒരു സ്പോട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ്ടല്ലേ, ഭയങ്കര ചെറിയ റോഡാണ്. ഒരു ബസ്സിനും ഒരു ലോറിയൊക്കെ 2 ബസ്സൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ റോഡ്. അത് നമ്മൾ ഏകദേശം ഇറങ്ങി താഴെ എത്തിയിട്ടാണ്. അവിടെ എത്തിയിട്ട് കണ്ടോ. അപ്പോൾ നമ്മളിതാ ഈ വഴി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആനയൊക്കെ ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ. നമ്മൾ ആനയും ആരും കണ്ടില്ല കേട്ടോ അതുവരെ. ഒരു ചെറിയ റോഡ്, ആന ഇറങ്ങുന്ന വഴിയാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. പിന്നെ കുറേ നേരം നോക്കി, പിന്നെ കുറച്ച് മനുഷ്യന്മാരെയൊക്കെ കാണാൻ ഇടയുണ്ടായി ഇടയിൽ വെച്ചിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ അങ്ങനെ താഴെയുള്ളൊരു ഗ്രാമത്തിനടുത്ത് എത്തിയിട്ടാണ്. ഇവിടെ നോക്കിയാൽ താഴെ ഒരുപാട് ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ താഴെ. അപ്പോൾ നമ്മളതിൻ്റെ അടിയിൽ പോകാമെന്നൊക്കെ വിചാരിച്ചാണ് ഗൈസ്. നമുക്കവിടെ അറിയുന്നവരൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരം നിന്ന് തന്നെ നോക്കി എല്ലാം. ഇതാണ്ട, അവിടെ എന്തോ കുറേ വീടുകളൊക്കെയാണ് കേട്ടോ. അതിനകത്തും കുറേ വീടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. കണ്ടില്ല, ആ ലോങ് കാണുന്ന അവിടെയും കുറേ വീടുകളുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ ഭയങ്കര ശബ്ദം കേട്ടോ. വാട്ടർഫാൾസിൻ്റെ വെള്ളം വീഴുന്ന ശബ്ദമൊക്കെ കേട്ടു. എന്താണ്ട് നമ്മൾ മല ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. അത് കണ്ടില്ല, അവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം ഇതുവരെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ എന്തൊക്കെയുണ്ട്. നമ്മൾ ഒരു ദിവസം എന്തായാലും അവിടെ പോവും ഗൈസ്, ഉറപ്പാണ്. വീണ്ടും നമ്മൾ ആന ഇറങ്ങുന്ന റോഡിലൂടെ യാത്ര തിരിച്ചു. ശരി, നമ്മളപ്പോൾ ഇവിടെ നിന്ന് നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വേണ്ട,
ഗൈസ്. പിന്നെ അങ്ങനെ അവിടെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഏകദേശം ഇപ്പോൾ കുന്നൂർ എത്തിയിട്ടാണ്. ഇതാണ് കുന്നൂർ ടൗണാണ് ഗൈസ്. നമ്മളൊരു ഷോപ്പിലേക്ക് വന്നതാണ് കേട്ടോ, ഒരു കേക്ക് ഷോപ്പാണ്. ഇതാണ് കേക്ക് ഷോപ്പ് ഗൈസ്. പക്ഷെ നല്ലൊരു വൈബ് മൂഡാണ് കേട്ടോ അവിടെ. ഓക്കെ, നമ്മൾ ഷോപ്പിൻ്റെ അകത്തൊക്കെ കയറി കാണിച്ചു തരാം. നമുക്ക് ഒറ്റ ബിൽഡിങ്ങാണ്, ചെറിയൊരു ബിൽഡിങ്ങിൽ എന്താ ഇട്ടിരിക്കണമെന്നറിയോ? അവിടെ നോക്കിയാൽ തന്നെ ഫുള്ള് സ്പോട്ട് കാണണം ഗൈസ്. ഞാൻ ഉള്ളിൽ നിന്ന് ഒരു സ്പോട്ട് എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം ഗൈസ്. നൈറ്റൊക്കെ കാണാൻ ഈ ഒരു ഭാഗം സൂപ്പറായിരിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ അകത്ത് ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതാണ്ട, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ഗ്രാമങ്ങളാണ്. അടിപൊളി അടിപൊളി വീടുകളും സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ആ ഭാഗത്ത്. എൻ്റെ മോനെ ഗൈസ്, അങ്ങനെ നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒരു ട്രീറ്റ് ചെയ്തു കേട്ടോ ഗൈസ്. നമുക്ക് കേക്കൊക്കെ കൊണ്ടുവന്നു. ഇതാണ്ട്, നമുക്ക് കേക്കൊക്കെ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് കേക്ക് അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ വെച്ച് ഉണ്ടാക്കണം കേട്ടോ കേക്കൊക്കെ. അത്രയും എന്താ ചൂടോടെ കഴിച്ചിട്ട് പറയുന്നുണ്ട്. നല്ലതാണെങ്കിൽ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എങ്ങനെയാ കഴിക്കുക? ചൂടുണ്ട. അങ്ങനെയുണ്ട്. മെക്സിക്കൻ ബ്രൗൺ കേട്ടോ. എന്താ ഏട്ടാ പേര്? മെക്സിക്കൻ ബ്രൗൺ. മെക്സിക്കൻ സ്റ്റൈൽ. മെക്സിക്കൻ സ്റ്റൈൽ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല, കുറെ വളരെ ചുരുക്കം കേക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണം. നമ്മൾ ഏകദേശം ഒരു 2-3 കേക്കൊക്കെ കഴിച്ചു കേട്ടോ അവിടെ നിന്ന്. പിന്നെ അപ്പോഴേക്കും നമ്മൾ വൈൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈനൊക്കെ ഉണ്ടാക്കി എന്താ പറയുക, അപ്പോഴേക്കല്ല, വൈനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷേ വലിയ ആൽക്കഹോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നോർമൽ വൈനാണ്. അപ്പോൾ കുടിച്ച് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി, സംഭവം കിടുമായിരുന്നു കേട്ടോ. നമ്മളിഞ്ഞൊരു 10-50 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ വൈൻ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. വൈന് ഒരു 500 കിലോ പഴങ്ങളാണ് ഗൈസ് ഇട്ടിരിക്കുന്നത്. ഞങ്ങളത് ഇനി ഒരു ദിവസം പോകുമ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ കാണുന്നത് പുഡിങ്ങാണ് കേട്ടോ. പുഡിങ് എല്ലാം ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അവിടെ നിന്ന് തന്നെ എല്ലാം ഉണ്ടാക്കി കാണിക്കും. അപ്പോൾ ഏരിയ ഒക്കെ കുറച്ച് വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും കാണിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മളപ്പോഴങ്ങനെ യാത്ര തിരിക്കാൻ. സമയം ഇപ്പോൾ ഏകദേശം 4:30 ഒക്കെ ആയി ഗൈസ്. ഇവിടെ നിന്ന് ഇനി ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഇറങ്ങുമായിരിക്കും. ഞങ്ങൾ വരുമ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ ആയിട്ടാണ്. ഇനി ഇറങ്ങുന്ന സമയത്ത് മാക്സിമം ഒരു 2.5 മണിക്കൂർ അതിനുള്ളിൽ നമ്മൾ പുറത്ത് പോകണ്ട ഗൈസ്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വരാൻ പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. വീണ്ടും നമ്മളൊരു ദിവസം പോകാം. അപ്പോൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഏകദേശം ഇവിടെ നിന്ന് നമുക്ക് വീട്ടിലേക്ക് ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു ഗൈസ്. അവിടെ വരുന്ന വഴിക്ക് മഞ്ഞ് മൂടി, അപ്പുറത്ത് നമുക്കൊന്നും കാണാൻ പറ്റില്ല കേട്ടോ, അത്രയും മഞ്ഞായിരുന്നു. ഇത് സമയം ഉച്ചയാണ് കേട്ടോ, ഉച്ച സമയത്താണ്, 3 മണി 3:30 ഉണ്ടാവുള്ളൂ. ആ സമയത്തുള്ള മഞ്ഞാണ് ഗൈസ്. ഓക്കെ ഓക്കെ, ഇപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് നമ്മുടെ സ്കോഡ ഒക്ടീവിയിൽ ഒരു BMW സ്റ്റിക്കറും കണ്ടു ഗൈസ്. ഭയങ്കര വൈബ് ഇല്ലേ? ഗൈസ്, നമ്മൾ നല്ല മഴയൊക്കെ നനഞ്ഞിട്ടാണ് ഇത്ര ദൂരം വന്നത് കേട്ടോ. ഞാൻ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വെള്ളമൊക്കെ തയ്ച്ചപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് എന്തായാലും ഇപ്പോൾ സമയം കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ടാണ് അങ്ങനെ എടുക്കണമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും വീഡിയോയിൽ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഗൈസ്. നമ്മൾ പെട്ടെന്നൊരു വീഡിയോ ആയതുകൊണ്ടാണ് എന്താ പറയുക ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കേട്ടോ. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.